പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാത സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാതം തൊട്ട് ഈ മധ്യാഹ്നം വരെയും ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്ന് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അനന്ത വിശാലമായി പരന്നു കിടക്കുന്ന ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളും വൃക്ഷലതാദികൾ കൊണ്ട് ഭൂമിയെ വളരെ മനോഹരമായി സൃഷ്ടിച്ച് നമുക്ക് പാർക്കുവാൻ മനോഹരമായ അവസരങ്ങൾ തന്ന് കോടാനുകൂടി പക്ഷിപർവ്വജാതികൾ ആകാശത്തിലൂടെ പറന്നിടന്ന് അതിലിരതേടി നടക്കുകയും കൂടാതെ പരന്ന് വിശാലമായി കിടക്കുന്ന ഈ കടലിലെണ്ണമറ്റ മത്സ്യങ്ങളും അതതിൻ്റെ ആഹാരം അന്വേഷിച്ച് ഓരോ ദിവസം നടക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ എത്രയോ ദയനീയമായ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. 46-ാം സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ്റെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിലെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശമാണ് നാം വായിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ഏറ്റവും നല്ലതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്. മനുഷ്യ ജീവിതം തന്നെ പലപ്പോഴും വളരെ പ്രതിസന്ധികൾ നിറയപ്പെട്ടതാണ്. മനുഷ്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ഒന്നുകിൽ ഒരു മുഴം കയറിൽ, അല്ലെങ്കിൽ സാരിത്തുമ്പിൽ, അല്ലെങ്കിൽ ഷാളിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ ഒടുക്കിക്കളഞ്ഞ് സ്വയം ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരെ കാണുകയും ചെയ്യും. പലയിടത്തും സഹോദരന്മാരും ഒന്നിച്ച് കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് മരിക്കുന്നു. പലരും ആറ്റിച്ചാടുന്നു, പുഴയിൽ ചാടുന്നു, കടലിൽ ചാടുന്നു, നദിയിൽ ചാടുന്നു, കുളത്തിൽ ചാടുന്നു, കിണറ്റിൽ ചാടുന്നു, വിഷമടിക്കുന്നു, വണ്ടിയുടെ മുമ്പിൽ ചേർന്ന് ട്രെയിനും പിച്ചാടി വിവിധമായ രീതിയിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ വചനം പറയുന്നത് മനുഷ്യൻ്റെ മരണം കൊണ്ട് ഒരിക്കലും മനുഷ്യൻ ശാശ്വതമായ പരിഹാരമില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല. ആത്മഹത്യ ചെയ്യുന്നവൻ്റെ ആത്മാവ് നിത്യമായ നരകത്തിലേക്കാണ് പോകുന്നത്. ആത്മഹത്യ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമേ അല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിച്ച കഷ്ടതയേക്കാൾ ഏറ്റവും വലിയ കഷ്ടതയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആത്മഹത്യ കൊണ്ട് നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് പോകുന്നു. പിന്നീട് ഭൂമിയിൽ നിങ്ങൾക്ക് നടക്കുന്ന ഏതൊരു ശുശ്രൂഷ കൊണ്ട് നിങ്ങൾക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കുവാനോ നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേടുവാനോ കഴിയില്ല. അത് എന്നേക്കുമായി നിത്യനരകത്തിൽ യാതന അനുഭവിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടാനുകൂടി കഷ്ടതയാണ് നിങ്ങൾ നരകത്തിന് അനുഭവിക്കാൻ പോകുന്നത്. അവിടെയുള്ളത് പിശാചിൻ്റെ കൂട്ടരുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒടുക്കിക്കളയരുത് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും സ്വർഗീയ കനാനിൽ, സ്വർഗീയ രാജ്യത്ത് നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും തകർത്ത് കളയരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്. മനുഷ്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ചിലതിനോട് നമുക്ക് സാമ്യപ്പെടുത്തി പഠിക്കുവാൻ കഴിയും. ഞാൻ ഈ കടപ്പുറത്ത് വന്നപ്പോൾ ഈ കടപ്പുറത്ത് കണ്ടൊരു മനോഹരമായ കാഴ്ച, ചില വർഷങ്ങൾക്ക് മുമ്പ് ഫിഷറീസുകൾ പണിതുയർത്തിയ ഒരു വലിയ പരുകൂറ്റൻ കെട്ടിടമാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ കെട്ടിടത്തിന് യാതൊരു ഉറപ്പുമില്ലാതെ മണലിന്മേൽ പണിതുകൊണ്ട് വലിയ തിരകളും തിരമാലകളും ഒക്കെ വന്നതുകൊണ്ട് വെള്ളം അതിന്മേലടിച്ച് ഈ കെട്ടിടം എന്നേക്കുമായി ഉപയോഗശൂന്യമായി ഏതു സമയത്തും നിലം പൊതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഇതുപോലൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം ഏകദേശം. മനുഷ്യ ജീവിതത്തിൽ ചെറിയ ചെറിയ കാറ്റുകളും കോളുകളും കൊടുങ്കാറ്റുകളും തിരമാലകളും പേമാരികളൊക്കെ കടന്നു വരുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. ഏത് സമയത്തും താഴെ വീഴാവുന്ന അനുഭവത്തിൽ. അതുകൊണ്ടാണ് മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സ്വയം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമേ അല്ല. ഹല്ലേലൂയ. രക്തം ക്ഷയം. ഇവിടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിലും ആശ്രയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകൽ വീണ്ടും ഓർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് അതിന്മേൽ വീശി അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ എല്ലാം മണൽമേൽ വീട് പണിത മനുഷ്യരോട് തുല്യനാകുന്നു. എത്ര മനോഹരമാണ്, എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കട്ടിടത്തിൻ്റെ ദർശനങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ക്രിസ്തു എന്ന പാറമേൽ അല്ലെങ്കിൽ വീട് പണിയുന്ന, ക്രിസ്തു എന്ന പാറമേൽ ജീവിതം അടിസ്ഥാനം വിട്ട് പണിയുന്നവർ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ചാലും അത് വീഴുകയില്ല. അത് ഉറപ്പുള്ളതായതുകൊണ്ട്, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായുണ്ട്. എന്നാൽ ഈ കാണുന്ന പോലെ മണലിന്മേൽ അടിസ്ഥാനം വിട്ട് പണിയുന്നതാണെങ്കിൽ വൻമഴ ചുരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റതിന്മേൽ അടിച്ചു, അതിന്മേലടിച്ചു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം ഏത് സമയത്തും നിലം പതിക്കുവാൻ പോകുന്നത് പോലെ മനുഷ്യ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും തകർത്ത് കളയാതെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും നശിപ്പിച്ച് കളയാതെ, നിങ്ങൾക്ക് നിത്യജീവൻ തന്ന് നിങ്ങളെ നിത്യമായി നടത്തുന്ന, നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്ന്, ആരോഗ്യം തന്ന്, ബലം തന്ന്, നിങ്ങൾക്ക് ശക്തി തന്ന് നിങ്ങളെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്.
ആ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നിങ്ങളുടെ ജീവിതം പണിയുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. അല്ല, നിങ്ങൾ ലോകത്തെയാണ് ആശ്രയിക്കുന്നെങ്കിൽ ഈ കാറ്റും കോളും തിരമാലകളും ഈ കെട്ടിടത്തെ വന്നലച്ച് ആ കെട്ടിടം നിലംപതിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം നിലംപതിക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ സ്വയം തങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒടുക്കിക്കളയാതെ നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനമുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവുമില്ല. നിങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ വീണ്ടും അപമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടത എത്ര വലുതാണെന്ന് ചിന്തിക്കണം. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. ഈ കടലിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് അങ്ങ് ദൂരെയായി ചില ചെറുവള്ളങ്ങൾ യാത്ര ചെയ്യുന്നു. അല്ലാതെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ചിലരെയൊക്കെ കാണുവാൻ കഴിയും. അവരൊക്കെ ഓരോ ദിവസത്തെ ഉപജീവനത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാണ്. അതേ അനുഭവമാണ് ദൈവം നമുക്കും തന്നത്. ഈ ഭൂമിയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നാം ഓരോ ദിവസവും നമ്മുടെ ഉപജീവനത്തെ, നമ്മുടെ കുടുംബത്തെ പോറ്റിപ്പുലർത്തുവാൻ നമുക്ക് വേണ്ടുന്ന എല്ലാ കഴിവും എല്ലാ പ്രാപ്തിയും ദൈവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവല്ല. മനുഷ്യരെല്ലാം വ്യത്യസ്തമായ കഴിവുകളാണ്. പലർക്കും പലരുടെയും കഴിവുകളനുസരിച്ച് അവർക്ക് ജീവിക്കുവാനുള്ള എല്ലാ അവസരവും തന്നിട്ടുണ്ട്. കണ്ണ് കാണാത്തവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, മുടന്തന്മാരുണ്ട്, ജന്മന വൈകല്യമുള്ളവരുണ്ട്, ആക്സിഡൻറ്റിൽ പെട്ട കിടക്കുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഭാരപ്പെടുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യൻ്റെ ആരോഗ്യവും മനുഷ്യൻ്റെ സ്ഥിതികളും അനുസരിച്ച് അവരവർക്ക് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന എല്ലാ ജോലികളും നമ്മുടെ ഈ ഭൂമിയിലുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. അതുകൊണ്ടാണ് വചനം, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് കഷ്ടസമയങ്ങളിലും നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഏത് സമയത്തും മനുഷ്യനെ അലട്ടും മനുഷ്യനെ എടുക്കും. അതുകൊണ്ട് മരണത്തിന് നാം ലോകപ്രകാരം കീഴ്പ്പെട്ട് കൊടുക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഞാനും ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. എന്നാൽ ദൈവം എനിക്ക് തന്ന നിത്യജീവനും നിത്യ സന്തോഷവുമാണ് ഞാൻ ഈ ദൈവത്തിനെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ കാരണമായി തീർന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ കടൽ തീരത്തുകൾ, കടലോരങ്ങളിൽ അനവധി ശുശ്രൂഷ യേശു ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അനവധി ആളുകൾ യേശുവിനെ അനുഗമിച്ചു. അവനെ അനുഗമിച്ചവർ, ഈ സത്യവേദ പുസ്തകം എടുത്തവരാരും ലജ്ജിതരായി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയാലും രക്ഷിപ്പാൻ കഴിയാവുന്ന കൈ കുറുകിപ്പോയില്ല, കേൾപ്പാൻ കഴിയാവുന്ന ചെവി മന്ദമായിട്ടുമില്ല. അതുകൊണ്ട് യേശുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് മുമ്പിൽ കാണുന്ന ഈ കെട്ടിടം നിലംപൊത്താൻ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം അതേ അവസ്ഥയിലായിരിക്കാം. എന്നാൽ അത് ലോകപ്രകാരമുള്ള അനുഭവമാണ്. നിങ്ങൾ മണലിന്മേലല്ല പണിയേണ്ടത്, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് നിങ്ങളുടെ ജീവിതത്തെ പടുതുയർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആരെങ്കിലും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് സങ്കടത്തിൽ നിരാശയിൽ മരണം മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശു വിശ്വസ്തനാണ്. ലോകത്തിൽ മനുഷ്യൻ അവിശ്വസ്തനായി തീരുമ്പോൾ യേശു നിനക്ക് വേണ്ടി വിശ്വസ്തനായി പാർക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ആലിയ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലിടുമ്പോൾ എൻ്റെ നമ്പരും ചേർക്കാറുണ്ട്. നിങ്ങളെന്നെ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും ഒരു പരിഹാരം നൽകുന്ന യേശുവിൻ്റെ സ്നേഹത്തെ നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.